നമ്മളൊരു കുതിരക്കുഞ്ഞിനെ മേടിച്ചു കൊണ്ടിട്ടുണ്ട്. കുതിരക്കുഞ്ഞിനെ എടുത്ത് പോയിട്ട് നമുക്ക് പറയാം വണ്ടിയെ നമ്മളൊരു കുതിരേനെ മേടിച്ചു കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മുടെ ഈ പുറകെ കാണുന്ന വണ്ടിക്കകത്ത് പപ്പയ്ക്കുള്ളൊരു സർപ്രൈസ് ആണ് കേട്ടോ. അതായത് പപ്പ അല്ല, നമ്മുടെ വീട്ടിലാരും സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തൊരു സാധനമാണ് ഈ വണ്ടിയുടെ പുറകെ ഇരിക്കുന്നത്. അവരെല്ലാവരും മറന്നുപോയൊരു ചാപ്റ്റർ നമ്മളിന്ന് റീഓപ്പൺ ചെയ്യാൻ വേണ്ടി പോവാണ്. ഇത് ഓൾ ദി വേ ഫ്രം ട്രിവാൻഡ്രം. ജിതിൻ, നിങ്ങൾക്ക് ആർക്കും പരിചയമില്ലായിരിക്കും. ജിതിനെ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും ആരാണ്. അർജുനാണ് എനിക്ക് ജിതിനെ കണക്ട് ചെയ്ത് തരുന്നത്. അർജുൻ ഇവിടുന്ന് പറഞ്ഞൊക്കെ പറഞ്ഞു തരുന്നത് ഒന്നുമില്ല. എല്ലാം വായിച്ചോളാം. ഞാൻ സാധനം കാണിച്ചു തരാം. ദേ, വണ്ടി ട്രിവാൻഡ്രത്തുനിന്ന് രാവിലെ പോകുന്നതാണ്. ഈ വണ്ടിക്കകത്തുണ്ട് സാധനം. അർജുൻ ഇവിടുന്ന് ഒരു ചെറിയൊരു ക്ലൂ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലാക്കി നിങ്ങൾ ഇപ്പം തന്നെ ജസ്റ്റ് ഈ ടൈം മെൻഷൻ ഇട്ടൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇതിനെ എങ്ങനെ ഉണ്ടായിരുന്നു അവർക്ക്? ആക്ച്വലി ജിതിനെ കുറിച്ച് പറഞ്ഞ ജിതിൻ ആക്ച്വലി ഒരു ഫോട്ടോഗ്രാഫർ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ എല്ലാവരും ഒരു പാഷൻ കണ്ടുപിടിക്കുകയാണ്. അപ്പം ആ ഒരു ടൈമിൽ ഇവൻ ഫോട്ടോഗ്രാഫിയും പാഷനായിരുന്നു. പക്ഷെ അത് ഇവന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ക്ലൂ കൊടുക്കാതെ എല്ലാവരും ഇപ്പൊ ഇതിനകത്ത് വല്ല കുതിര ആനയെന്നൊക്കെ വിചാരിച്ചിരിക്കുമായിരിക്കും. അപ്പൊ അർജുൻ ഇവിടുന്ന് വണ്ടി എന്ന് പറഞ്ഞോണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇല്ല. ജിതിന് മറ്റേ ആനയും കുതിരയൊക്കെയായിരുന്നു പാഷൻ. ബാക്കി പറ. അപ്പൊ പുള്ളി അടിപൊളിയാണ്. എന്റെ കൂടെ 2-3 വർഷം വർക്ക് ചെയ്തായിരുന്നു 3-5 മൂവീസിൽ. അപ്പൊ എന്റെ അസിസ്റ്റന്റ് എന്റെ കൂടെ എല്ലാം ഫുൾ ടൈം എന്റെ ഒരാളായിരുന്നു. അതുകഴിഞ്ഞിട്ട് പിന്നെ പുള്ളി ട്രിവാൻഡ്രത്തിലേക്ക് മൂവ് ചെയ്തു. അങ്ങനെയാണ് ജിതിനെ ഞാൻ അങ്ങനെ ഭയങ്കര ആക്സിഡന്റലി ആണ് ഞാൻ ജിതിനെ മീറ്റ് ചെയ്യുന്നത്. അല്ലേ, നമ്മൾ ആക്ച്വലി കണ്ടിട്ടുമില്ല. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമ്മൾ പറഞ്ഞു നീട്ടണ്ട, നേരെ ഇവിടുന്ന് പപ്പയുടെ അമ്മയുടെ അടുത്തേക്ക് പോവാം. ഞങ്ങൾ ഫോളോ ചെയ്ത് വന്നാൽ ഈ വണ്ടിയുടെ ഫോളോ ചെയ്താൽ മതി. താഴോട്ട് ഇറങ്ങിയിട്ട് നമുക്ക് ഇടത്തേക്കാണ് പോകേണ്ട ചേട്ടാ. അപ്പോൾ നമ്മുടെ ചേട്ടൻ മാറി നിൽക്കുമല്ലേ. ചേട്ടൻ്റെ പേര് എങ്ങനെയാണ്? ബിജു. ചേട്ടനാണ് നമുക്ക് വണ്ടി ഇവിടം വരെ കൊണ്ട് തന്ന്. ട്രിവാൻഡ്രം തന്നെ. ട്രിവാൻഡ്രത്ത് എവിടെയാണ്? കാട്ടാക്കട. അടിപൊളി. അപ്പം ചേട്ടൻ വന്ന് പോയാലോ, വീട്ടിലേക്ക് പോവാം. ബാ. അങ്ങനെ നമ്മുടെ വണ്ടി ഇവിടുന്ന് എടുത്തിട്ടുണ്ട്. ജോവിനെ സാധനം എങ്ങനെയുണ്ടാ? അതുപോലെ തന്നെ ഉണ്ടല്ലോ നമ്മുടെ ഫ്രെയിമെക്സ് എവിടെ എന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട്. ഞാൻ അത്യാവശ്യം പറയാം. അപ്പൊ എന്തായാലും നമ്മൾ ഇനി വേറെ വീട്ടിലോട്ട് ജോയ് ഫ്രെയിം ഉണ്ട് കേട്ടോ. ജോയ് ഫ്രെയിം ആണ് നമ്മുടെ വീഡിയോഗ്രാഫർ. പോയേക്കാം. ഞാനുണ്ടല്ലോ നമ്മൾ ഈ വർഷം ചെയ്യുന്ന ഒരു സീരീസ് ആണ് 12 months 12 countries 12 fish. അതിനകത്ത് അടുത്ത രാജ്യത്തേക്ക് നമ്മൾ ഇന്ന് ട്രാവൽ ചെയ്യുകയാണ്. അതിന്റെ വീഡിയോ നമ്മുടെ ചാനലിൽ പുറകെ വരും കേട്ടോ. അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഡെഫിനറ്റ്ലി സബ്സ്ക്രൈബ് ചെയ്യുക. അർജുന്റെ ഹോട്ട് വീൽസ് നാനോ, അതിന്റെ തൊട്ട് പുറകെ നമ്മുടെ മറ്റേ വണ്ടിയുണ്ട്. പപ്പയെടുത്ത് പോയിട്ട് നമുക്ക് പറയാം വണ്ടിയെ നമ്മളൊരു കുതിരയെ മേടിച്ചു കൊണ്ടുവന്നിട്ടുള്ളത്. കുതിരയോ അല്ല ആനയോ പറയാം. അല്ലെ, ആ വണ്ടി കണ്ടത് പറയുകയും ചെയ്യുമല്ലോ. അല്ലേ, പോലെ ഒരു ജീവിയാണ്. ഗസ് ചെയ്യുമായിരിക്കും അല്ലേ. പക്ഷെ എന്നാൽ ഈ വണ്ടി ഗസ് ചെയ്യുമോ? ഗസ് ചെയ്യാൻ ചാൻസ് ഇല്ലായിരിക്കും. ഒരുപാട് നാളായി. ഒരു പപ്പയ്ക്ക് ഇത് മറന്നു. ഞാനിത് സ്ക്രാപ്പിൽ പൊളിക്കാൻ കൊടുത്തെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇതിന്റെ RC ഒക്കെ മേടിച്ച് സബ്മിറ്റ് ചെയ്തു എന്നൊക്കെയാണ് പപ്പയുടെ അടുത്ത് പറഞ്ഞേക്കുന്നത്. പപ്പ ഈ വണ്ടി ഓടിച്ചത് ഒരു 10 വർഷം മുമ്പായിരിക്കും. അതെ, ഒരു 10 വർഷം മുമ്പായിരിക്കും പപ്പ ഈ വണ്ടി. അതെ, ഞാൻ ഡ്രൈവിംഗ് ഓടിച്ച വണ്ടിയാണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഈ വണ്ടി ഒരിക്കലും കൊടുക്കാൻ തോന്നാത്ത. പപ്പ നീ ഓർക്കുന്നില്ലേ പപ്പ വണ്ടി ഓടിച്ച് നടക്കുന്നത്? ഒരു 10 വർഷം മുമ്പായിരിക്കും പപ്പ ഈ വണ്ടി ഓടിച്ചിരിക്കുന്നത്. 10 വർഷം മുമ്പ് ഓടിച്ചുകൊണ്ടിരുന്ന വണ്ടി വീണ്ടും കാണുമ്പോൾ അവസ്ഥ എന്താണെന്ന് നമുക്കിപ്പോൾ അറിയാം. വീട്ടിലോട്ട് പോയിട്ട് ഞാനിപ്പോൾ പപ്പേനെ വിളിച്ചിട്ട് പറഞ്ഞു, പപ്പ ഞങ്ങളിങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും റെഡി ആയിട്ട് വീടിനകത്തിരിക്കണം എന്ന് പറഞ്ഞു. എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഈ സംഭവം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിനോചാച്ചൻ അറിയാം, വീട്ടിൽ അഞ്ജുനും അറിയാം, പപ്പയ്ക്കും മമ്മിക്കും അറിയത്തില്ല. അത് പയ്യെ ഇവിടെ നിർത്തിയിട്ട് ഞാനിപ്പോൾ വരാം കേട്ടോ. ഗോവിന്ദ ഇവിടെ വണ്ടി പാർക്ക് ചെയ്തേക്കുന്നു. അർജുൻ്റെ വണ്ടിയും ഇവിടെയുണ്ട്. പിന്നെ നമുക്ക് വീട്ടിൽ പോയിട്ട് നമ്മൾ വീട്ടിൽ പോയിട്ട് നമ്മുടെ കള്ളത്തരങ്ങൾ തുടങ്ങാൻ വേണ്ടി പോകണം കേട്ടോ. എല്ലാവരോടും പറഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എല്ലാവരും വീടിനകത്തിരിക്കുമായിരിക്കും മിക്കവാറും. ഇതാര്? പപ്പ എന്ത് ജിനോചൻ അറിയാലോ സംഭവം. ആർക്കും അറിയത്തില്ല. ബാ പപ്പ എന്റെടി. പപ്പ മമ്മീനെ ഹെൽപ്പ്, പാത്രം കഴുകി. ഒരു മാതൃക പപ്പയാണ് കേട്ടോ. പാത്രം കഴുകി ഹെൽപ്പ് ചെയ്യുകയാണ്. ബാബാ. അപ്പം കുഞ്ഞാപ്പൂക്ക് ഒരു മൈക്ക് വെച്ച് തരാനായിട്ട്. അയ്യോ, കൊച്ചിന് മൈക്ക് എവിടെ വെക്കും? കൊച്ചിന്റെ മൈക്ക് എവിടെയാടാ? കൊച്ചിന് മൈക്ക് തരാം. ബാ പപ്പ എടുത്തോളാം കൊച്ചിനെ. നമ്മളുണ്ടല്ലോ നമ്മളൊരു കുതിരക്കുഞ്ഞിനെ മേടിച്ചു വന്നിട്ടുണ്ട്. കുതിരക്കുഞ്ഞിനെ കാണണോ? അയ്യോ, എന്നാ പറ്റിയേ? കുഞ്ഞാപ്പൂന്റെയോ? കുഞ്ഞാപ്പൂന്റെ മൈക്ക് എന്ത് ചെയ്യടാ? ദേണ്ട അകത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ വെച്ചിട്ടുണ്ട്. ബാ. അപ്പൊ ഉണ്ടല്ലോ ഒരു സാധനത്തിന് മേടിച്ചു വന്നിട്ടുണ്ട്. കിളിക്കൂട്ടിലേക്കുള്ളതാണ് കേട്ടോ. ഒരു ഇച്ചിരി വലിപ്പമുള്ള സാധനമാണ് കേട്ടോ. ഇച്ചിരി വലിപ്പമുള്ള സാധനമാണ്.
അവിടെ ഉണ്ട് മൈക്ക്, അവിടെ ഇരിപ്പുണ്ട്. കൊച്ചു വർത്താനം പറഞ്ഞേ, ഹലോ ഹലോ പറഞ്ഞേ, ഹലോ ഹലോ വെച്ചേ, ടെസ്റ്റ് എന്ന് പറഞ്ഞേ. ആലോചിക്കുവാണ് കേട്ടോ, പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം, എല്ലാവരും ഇവിടെ വന്നേ. അർജുന വണ്ടി ഇച്ചിരി കയറ്റിടാവും. നമുക്ക് ബ്രോ ഇങ്ങോട്ട് കയറ്റിയിട്ട് ഇവിടുന്ന് എടുത്തിട്ട് തള്ളിക്കൊണ്ട് പോയാൽ പോരെ. പച്ചാസിനാണ് ആക്ച്വലി ജിതിനെ കണ്ടുള്ളത്. ഈ ഡീല് നടന്നപ്പോൾ, അതായത് നമ്മുടെ വണ്ടി ഇവിടുന്ന് എടുത്തോണ്ട് പോയ സമയത്ത് ഞാനിവിടില്ല, ഞാൻ UK യിലായിരുന്നു. അപ്പം ജിതിനും ജിനോചാച്ചനും വന്ന് മീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി വണ്ടി ഇങ്ങോട്ട് കയറ്റിടാം. ചേട്ടനെ കൊണ്ട് നമുക്ക് വണ്ടി ഇങ്ങോട്ട് കയറ്റി ഇടിപ്പിക്കാം. ജിനോചാച്ചൻ ഇപ്പോഴല്ലേ കാണുന്നത്? ഇങ്ങോട്ട് കയറ്റാം ചേട്ടാ. അങ്ങനെയുണ്ട്. ഒരു രക്ഷയില്ല, എൻ്റെ വണ്ടി നമ്മുടെ വണ്ടി തന്നെയാണോ? അത് നീ മറ്റേത് കൊടുത്തിട്ട് വേറെ വണ്ടി അങ്ങോട്ട് കയറ്റിയിടുവാണ്. സ്വല്പം കൂടെ വേണം കയറ്റിക്കോ അല്ലേ? സ്ഥലമുണ്ടോ ഫ്രണ്ടോട്? സ്ഥലമുണ്ടോ ഫ്രണ്ടോട്? ആ എങ്ങനെയുണ്ട്? ആ മതി. ഇതെങ്ങനെ ഇറക്കുന്ന ഇതിനെ പിടിച്ചിറക്കാം? സിമ്പിളാണോ? 3 പേര്. പിന്നെ 5 പേരാണോ? ആണോ? ആരാ വെളി കയറുന്നേ? ബ്രോയുടെ പേരെങ്ങനെയാ? അനന്തകൃഷ്ണൻ. വീട്ടിൽ എന്നെ വിളിക്കുന്നേ? മഹേഷ്. അപ്പം അനന്തുവാണ് ഇതിൻ്റെ വീട്ടിൽ നിന്ന് വന്നേക്കുന്നത്. പപ്പ ഈ സാധനം മറന്നുപോയി കാണത്തില്ലേ? അല്ലേ? ഞാനിത് സ്ക്രാപ്പിൽ കൊടുത്തു. ഇതിൻ്റെ RC ക്യാൻസൽ ചെയ്തെന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. സ്ക്രാപ്പ് അഴിക്കുവാണ്. അയ്യോ 5 പിന്നെ വരുന്നത്. ഡേ അവളെ കൊണ്ടുവന്നാ 5 അറിയാം, അതുകൊണ്ട് കുഴപ്പമില്ല. ഇതിന് എന്താണെങ്കിലും ഉണ്ടല്ലോ, ഇതിൻ്റെ പുറകെ കുറേ ഓടിയിട്ടുണ്ട്. ഇതെന്നാ കുഞ്ഞാപ്പു? എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? എന്നെ പോലെ തന്നെ എക്സൈറ്റഡ് ആയിട്ടിരുന്ന ആളാണ് അഞ്ചു കേട്ടോ. അഞ്ചിനോട് എന്നും ചോദിക്കും ഇതെന്നാ വണ്ടി കിട്ടുന്ന. അല്ലടി എങ്ങനെയുണ്ട്? റൈഡ് പോകണ്ടേ ഇതല്ലേ? അഞ്ചുവിന് എന്നെ അറിയാം കേട്ടോ. ഞാൻ കിറ്റില്ല, അതായത് 5 പഠിച്ച സ്ഥലത്ത് പഠിപ്പിക്കാൻ പൊക്കോണ്ടിരുന്നപ്പോൾ ഈ വണ്ടിയല്ല പൊക്കോണ്ടിരുന്നത്. അവളിപ്പോഴും പറയാം എൻ്റെ അടുത്ത്, അയ്യോ ഞാൻ അവിടെ കേൾക്കുമോ? കേൾക്കത്തില്ല കേട്ടോ, ഇച്ചിരി ദൂരമുണ്ട്. പപ്പ ഓർക്കത്തില്ല കേട്ടോ. അപ്പം ഞാനിതേ വണ്ടി സെറ്റ് ചേട്ടന്മാരെ ഇറക്കിക്കൊണ്ടിരിക്കുവാണ്. നമ്മൾ 4 പേര് വേണം പിടിച്ചിറക്കാനായിട്ട്. ബ്രോ ഇത് ഈ കളറിന് പറയുന്ന പേരെന്നാ? ഇത് കുറേ മിക്സ് ചെയ്തിട്ടാണ്. എന്നെയാണ് ആക്ച്വലി 2-3 പ്രാവശ്യം ഇത് അടിക്കുന്നതിന് മുമ്പ് ഇവിടെ കൊണ്ടുവന്ന് കാണിച്ചു ഇത് ഏത് കളറാണ് വേണമെന്ന്. ഇനി ജിതിനെ ഞാൻ പരിചയപ്പെടുത്താം. ജിതിൻ ആക്ച്വലി ഒരു ഓട്ടോ എന്തൂസിയാസ്റ്റ് ആണ്. ആക്ച്വലി ബൈക്കല്ല, 2 വീലറാണ് കൂടുതലും. അല്ല ഫുൾ ആണല്ലേ? 2 വീലറാണ്. അതുപോലെ തന്നെ റേസ് ട്രാക്കിലെ മെക്കാനിക്കാണ്. അതിനെന്നാ പറയുന്നത്? പിറ്റ് മെക്കാനിക്. നമ്മുടെ മുമ്പിലൊക്കെ ചെന്നൈയിലൊക്കെ നടക്കുന്ന റേസിന് സ്ഥിരമായിട്ട് പോകുന്നതാണ്. അപ്പം അത് മതിയല്ലോ. ഫോട്ടോഗ്രാഫി ആയിരുന്നു ആളുടെ പാഷൻ. അതിനേക്കാളും വലിയൊരു പാഷൻ ഇപ്പോൾ ഫോളോ ചെയ്യുന്നു വണ്ടി. അതെ, ഇപ്പം സ്വന്തമായിട്ടൊരു ഗ്യാരേജ് തുടങ്ങിയിട്ടുണ്ട് ട്രിവാൻഡ്രത്ത്. ആറ്റുകാൽ ക്ഷേത്രത്തിനടുത്ത്. ജിതിനെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ എന്തായാലും താഴെ കൊടുത്തേക്കാം. രജിസ്ട്രേഷൻ വർക്ക് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്? രജിസ്ട്രേഷൻ ചെയ്യുന്നുണ്ട്, പക്ഷേ ലിമിറ്റഡ് നമ്പേഴ്സ് ആക്കി കുറച്ചു. വണ്ടിയുടെ എണ്ണം കുറച്ചു. കാരണം പെർഫെക്ഷൻ ഇത് കണ്ടോ, ഇതുപോലെ ചെയ്തെടുക്കണമെങ്കിൽ അതിന് അതുപോലെ ഡെഡിക്കേഷൻ വേണം കേട്ടോ. പിന്നെ കാരണം നമ്മുടെ വണ്ടി അതുപോലത്തെ സിറ്റുവേഷനിലായിരുന്നു. പിന്നെ പിന്നെ നമ്മൾ സൂപ്പർ വോക്സിൻ്റെ സർവീസ്, പിന്നെ റേസ് ട്രാക്കിലെ വണ്ടികൾ, പെർഫോമൻസ് ബേസ്ഡ് ആയിട്ടുള്ള വർക്കുകൾ, 2 സ്ട്രോക്ക് എല്ലാ പണിയും. ബൈക്കിൻ്റെ 2 വീലറിൻ്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ജിതിനെ വിളിച്ചോട്ടെ. ഞാൻ ബാക്കിയൊന്നും പറയുന്നില്ല. ഇൻസ്റ്റാഗ്രാമിൽ പേജുണ്ട്. ബാക്കി പേജ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഗ്യാരേജ് തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം വീട്ടിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. 1 വീക്ക് കഴിഞ്ഞേ ഉള്ളൂ. അതിനിടയ്ക്കാണ് ഫസ്റ്റ് വണ്ടി ഇറങ്ങുന്നത് നമ്മുടെ വണ്ടിയാണ് അല്ലേ? ഗ്യാരേജിൽ നിന്ന് ഫുള്ളി കംപ്ലീറ്റ് ആയിട്ട് ഫസ്റ്റ് നമ്മുടെ വണ്ടിയല്ലേ? ഏതാ? ഇനിയുണ്ടല്ലോ, ഒരു മിനിറ്റ്. നമ്മൾ ഇതിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ഇതിൽ എന്തൊക്കെ പണി നമ്മൾ എവിടുന്ന് സ്റ്റാർട്ട് ചെയ്തെന്ന് കാണുമല്ലോ. നമ്മൾ ജിതിന് വണ്ടി കൊടുത്തപ്പോഴേക്കും ഈ ഒരു സിറ്റുവേഷനിലായിരുന്നു വണ്ടി കേട്ടോ. ഏകദേശം 6 വർഷം വണ്ടി പുറത്തിരിക്കുമായിരുന്നു. ഒരു തുണി പോലും ഇട്ട് മൂടിയിട്ടില്ലായിരുന്നു. ഫുള്ള് മഴയും വെയിലും ഒക്കെ കൊണ്ട് വണ്ടി ദ്രവിച്ച് സ്ക്രാപ്പായിട്ടൊരു സിറ്റുവേഷനിലായിരുന്നു. ഞാൻ തന്നെ വിചാരിച്ചത് ഈ ഒരു വണ്ടി ഇനി ഇപ്പോൾ റീസ്റ്റോർ ചെയ്യാൻ പറ്റത്തില്ല, അതൊരു ഇമ്പോസിബിൾ ആയിട്ടുള്ള ടാസ്ക് ആണെന്നാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാം, ഫുള്ള് തുരുമ്പാണ്. പ്ലാറ്റ്ഫോം ഉൾപ്പെടെ ഫുള്ള് ദ്രവിച്ച് പോയായിരുന്നു. പക്ഷേ ജിതിനെ വളരെ ആക്സിഡൻ്റലിയാണ് ഞാൻ മീറ്റ് ചെയ്ത്. ജിതിൻ പറഞ്ഞ ചേട്ടാ ഒരു കുഴപ്പമില്ല, നമുക്ക് വണ്ടി ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ജിതിൻ ട്രിവാൻഡ്രത്തിന് വണ്ടിയായിട്ട് പോയി. അത് കഴിഞ്ഞിട്ട് ജിതിൻ ചെയ്ത വർക്കുണ്ടല്ലോ, പാച്ച് വർക്കിനാണ് ജിതിന് ഏറ്റവും കൂടുതൽ സമയം എടുത്തിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ അവിടെ മെഷർമെൻറ്റ് അളന്നിട്ടിരിക്കുന്നത് കാണാനായിട്ട് പറ്റും.
നമ്മുടെ വണ്ടി എങ്ങനെയാണോ സ്റ്റോക്കിൽ വരുന്ന ആ ഒരു രീതിയിലേക്ക് എത്തിക്കാനായിട്ട് ജിതിൻ 100% ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ. പെയിൻറ്റ് ജോബ് ആണെങ്കിൽ പോലും നമ്മുടെ വണ്ടിയിൽ ജിതിൻ യൂസ് ചെയ്തിരിക്കുന്നത് ഏറ്റവും ക്വാളിറ്റിയുള്ള പ്രൈമേഴ്സും പെയിൻറ്റും കാര്യങ്ങളൊക്കെയാണ്. അതിന് കറക്റ്റായിട്ടുള്ള ഹീലിംഗ് ടൈമൊക്കെ കൊടുത്തുകൊണ്ട് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഞാൻ ഇതുവരെ ചെയ്തതിൽ എനിക്ക് കിട്ടിയതിൽ വൺ ഓഫ് ദി ബെസ്റ്റ് പെയിൻറ്റ് ജോബാണ് ജിതിനെടുത്ത് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അത് നമ്മുടെ ഇത്രയും സ്ക്രാപ്പായിട്ട് കിടന്ന ഈ ഒരു വണ്ടിയാണ്. അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് ജിതിൻ ഓരോ വണ്ടി വർക്ക് ചെയ്യുന്നത്. ഞാൻ തന്നെ ചിലപ്പോൾ അന്തം വിട്ട് നോക്കി കാരണം ഇത്രയും ഡെഡിക്കേറ്റഡ് ആണ് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നതെന്ന്. ഇതൊരു പ്രൊമോഷൻ വീഡിയോ കാര്യങ്ങളോ ഒന്നുമല്ല, കാരണം എനിക്ക് അത്രയും സാറ്റിസ്ഫാക്ഷൻ തന്നൊരു വർക്കാണിത്. നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇതുണ്ടോ, നമ്മുടെ വണ്ടിയിൽ നിന്ന് അഴിച്ചടിച്ച പാർട്സാണ് അത് ചെയ്തു വെച്ചിരിക്കുന്നുണ്ടോ. ഇതെല്ലാം നമ്മൾ കാഞ്ഞിരപ്പള്ളിയിലുള്ള സെൻറ്റ് മേരീസ് എന്ന് പറയുന്ന ഇലക്ട്രോപ്ലേറ്റിംഗ് ചെയ്യുന്ന സ്ഥലത്തു നിന്നാണ് ചെയ്തിരിക്കുന്നത്. അത് അത്രയും മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വരെ ഹാർഡ് വർക്ക് ചെയ്ത് ഏറ്റവും ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്യുന്നതിൽ ജിതിൻ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. നമ്മുടെ എഞ്ചിൻ ഉൾപ്പെടെ നമ്മുടെ ഈ ഒരു വണ്ടിയുടെ A to Z കാര്യങ്ങൾ ജിതിനാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ എഞ്ചിൻ റീബിൽഡ് ചെയ്യുന്നത് കാരണം ഏകദേശം ഒരു 6 വർഷം ഓടാതിരുന്ന വണ്ടിയാണ്. അപ്പം അതിൻ്റെ എഞ്ചിനൊക്കെ ഫുള്ള് പോയിരിക്കുമായിരുന്നു. ഉണ്ടല്ലോ, അതുപോലെ പണിയാണ് എടുത്തിരിക്കണേ ആള്. പിന്നെ നമുക്ക് സാധനം കൊണ്ട് പപ്പയുടെ അമ്മയുടെ റിയാക്ഷൻ കാണിക്കാം. ഇതെങ്ങനെ പിടിക്കണ്ടേ? ഇവിടെ പിടിക്കുക ഒരാൾ. ഇതേ പിടിക്കാമോ? ആ ഇവിടെ പിടിക്കാം. അല്ല ഒരു മിനിറ്റ്, ആരൊക്കെ ഇവിടെ പിടിക്കണം? ഫ്രണ്ട് ഞാൻ പിടിക്കാം, കാരണം ഫ്രണ്ടിലായിരിക്കും. ഞാനിവിടെ പിടിക്കാം. കനമുള്ളത് ഇവിടെ, പക്ഷെ ഫ്രണ്ട് ജോബിന് ചെയ്ത് പോകുന്നല്ലേ? വാ, ഫ്രണ്ട് പിടിക്കുമോ? ഫ്രണ്ട് പിടിക്കാൻ കുറച്ച് സ്ഥലം. അല്ല, ജിതിൻ കയറിയോ? ഫ്രണ്ട് പിടിക്കാൻ. ഇതിപ്പോ ഞങ്ങൾ പിടിച്ചിറക്കട്ടെ? പക്ഷേ ഇവിടെ പിടിക്കുമോ? നേരെ ബാക്കിലോട്ട് പോകും, ഫ്രണ്ട് ഒരുമിച്ച് ഇറക്കാം. ആ, ഇങ്ങനെ പോയാൽ പോരെ? ഓക്കെ ആണോ? ഓക്കെ. ഞാൻ എന്താണെന്ന് കയറിയിരുന്നു നോക്കട്ടെ. ഐ എം സോറി. ഓ പണ്ട് അർജുൻ ആദ്യം പറയാനറിയാം ഇതുമായിട്ട് പള്ളിയിൽ പോണെന്ന്. അടിപൊളി. ചട്ടയും കൊണ്ടുകൊടുത്തു ഞാനോ? ഉയ്യോ, ഇതൊരു രക്ഷയില്ല കേട്ടോ ബ്രോ. ഇതിപ്പോൾ ഞാൻ എന്നാ പറയണ്ടത്, നിങ്ങൾക്ക് തന്നെ അറിയാം. ഈ വണ്ടി 91 ആണോ? 91 മോഡലാണ്. മൊത്തം പോയി സ്ക്രാപ്പായിരുന്നു വണ്ടി. ആ, എൻ്റെ 33 വയസ്സാണ് കേട്ടോ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇതിനെ തള്ളി അങ്ങോട്ട് വെക്കാം അല്ലേ? ബാ, തുണി എടുത്തോ. അതുപോലെ തന്നെ ഞാനിതിൽ ബാക്കിയെല്ലാം പപ്പേനും അമ്മേനും കാണിച്ചിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്ന വർക്കുകൾ ഞങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിന് പൊന്നുപോലെ സൂക്ഷിച്ച് കൊണ്ട് കിടക്കണമല്ലോ. ഇന്ന് മെക്കാനിക്സ് ഒന്നും ഞാൻ മറന്നു പോയിട്ടില്ല കേട്ടോ. ഓട്ടോമാറ്റിക്കായിട്ട് ഇതേ ബ്രേക്ക് ഇവിടെ വന്ന്. എടാ ഞാൻ പോയി, ആരും ഇല്ലല്ലോ അവിടെ. നോക്കിയേക്കോ? ഓ വേണ്ട, അർജുനോട് ചോദിച്ചു. അർജുൻ പറഞ്ഞെങ്കിൽ ഈ ഇത് വെക്കാനായിട്ട് ഓഫീസിനകത്തൊരു സ്പേസ് ഏതാന്ന് പറഞ്ഞേക്കുന്നത്. ചേച്ചി അഴുകി സെറ്റാക്കി വെച്ചോളൂ. ഇവിടെ വെക്കാം അല്ലേ? ഓ എന്നാ രസമുണ്ട് ഇത് കണ്ടിട്ടും അങ്ങോട്ട്. ഇത് ആ ഞാൻ നോക്കട്ടെ. അടിപൊളി. എന്തുവാണ് ഇത്? എനിക്ക് തോന്നുന്നുണ്ടല്ലോ നമ്മുടെ ഗ്യാരേജിൽ നമ്മൾ ചെയ്തതിൽ ഏറ്റവും ബെസ്റ്റ് വർക്കാണ്. അതിനകത്ത് വേറെ സംശയമൊന്നുമില്ല. അതായത് നമ്മുടെ വണ്ടികളിൽ നമ്മൾ ചെയ്തതിൽ ഏറ്റവും ബെസ്റ്റ് വർക്കാണ്. ജിതിൻ, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, വിളിക്കാം. മൂടാം, ബാ. എല്ലാം മാച്ചിങ്ങാ. സൈക്കിളിൻ്റെ കളറുമായിട്ട് മാച്ചിങ്ങാണ് ജോബി പറയാം. വാ. ഓ ഇനിയുണ്ടല്ലോ ഒരു സംഭവമുണ്ട്. ഇത് നമ്മൾ റിവ്യൂല്
നമ്മൾ റിവ്യൂ ആയിട്ട് ഉദ്ദേശിക്കുന്നത് ആരെങ്കിലും രണ്ടുപേര് പുറകിൽ ജസ്റ്റ് ഒറ്റ വലി. വണ്ടി പറഞ്ഞു പോകത്തില്ലല്ലോ ഞങ്ങൾ വലിക്കും. ഇല്ലല്ലോ. അപ്പം വിളിച്ചാലോ? ആ വണ്ടി കാണിച്ചു കൊടുത്ത മുടി ഇട്ടേക്കണേ. കുഞ്ഞു പറയും എടി പപ്പ വരുമ്പോഴേക്ക് മിണ്ടി പോരുത് കേട്ടോ. ഓക്കെ, ആദ്യം പറയുന്ന വണ്ടിയാണെന്ന് പറയക്കില്ലേ. അകത്തൊരു സാധനമുണ്ട്. ഇപ്പം പപ്പനെ വിളിച്ചോണ്ടിരാ. അമ്മയും പപ്പേ ബാ 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 എല്ലാവരും ബാ. മമ്മിയും പപ്പയും 5-ാം തീയതി അമേരിക്കയ്ക്ക് പോവാണ്. അതിന് മുമ്പുള്ളൊരു സർപ്രൈസ് ആണ്. ഈ ഫോണൊക്കെ മരിക്കും. ഒന്നും ആവശ്യമില്ല. എന്തിനത് എപ്പോഴും ഫോൺ പോക്കറ്റ് ഇട്ടേ. ഫോൺ അഡിക്റ്റ് ആണ് കേട്ടോ. ബാ 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 ബാ. ഒരു സാധനമുണ്ട്. ഞങ്ങൾ ഒരു സാധനമുണ്ട്. പറഞ്ഞ അമ്മയോട് പറ. എന്നാ സൂക്ഷിക്കണം എന്ന് പറ. കടിക്കുന്ന സാധനമാ. എല്ലാവരും സൂക്ഷിക്കണേ. പപ്പനെ കയ്യിൽ പിടിച്ച് കാണിക്കാൻ കൊണ്ടുവയ്ക്കുക പപ്പേനെ. ബാ, അതിനകത്തുണ്ട് സാധനം. വളരെ കഷ്ടപ്പെട്ടാണ് ഇവിടം വരെ കൊണ്ടുവന്നത്. എന്നാ അപ്പോൾ അത് ബാ 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 ബാ. എന്നാ അപ്പോൾ അത് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഒത്തിരി സമയം തരത്തില്ല ചിന്തിക്കാമെന്ന്. ബാബാ അടുത്തേക്ക്. ഒരു സൈക്കിളിൻ്റെ ഒരു മോഡലുണ്ട്. പറ. ഒരു വണ്ടിയുടെ മോഡലാണ്. സൈക്കിളാ. ഫ്ലൈറ്റ് കയറാനുള്ള വീൽ ചെയർ ഒന്നും അല്ല. ജീവനുള്ള സാധനം. ജീവനുള്ളതാണോ? ജീവനുള്ളതല്ല. കൊച്ചു പറഞ്ഞില്ല ജീവനുള്ള സാധനം. ജീവനുള്ളതാണോ? ബൈക്കാ വണ്ടിയാ. ഞാൻ ഒരാളെ കാണിച്ചു തരാം. ഇതിനൊന്നും ഇങ്ങോട്ട്. ഇതിനെ പരിചയമുണ്ടോ? എന്നാ നീ ബാ 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 ബാ. റെഡി അഞ്ചു ബാ. ഇതിനച്ഛൻ അവിടെ വന്നോ. നമ്മൾ നമ്മുടെ ജീവിനെ റിവീൽ ചെയ്യാൻ വേണ്ടി പോവാണ്. അർജുന ബാ. ഇച്ചിരി അടുത്ത് ഇവിടെ വന്നു. ചേതക്കൊന്നുമല്ല. പിന്നെ എങ്ങനെയാണ്? ആ വണ്ടി തന്നെ. അതേ മോഡൽ വണ്ടി. അതേ മോഡൽ വണ്ടി. അതേ മോഡൽ വണ്ടി. അതെങ്ങനെയാ അമ്മയ്ക്ക്? അല്ല, അത് മോഡൽ വണ്ടി. അമ്പൂരിയുള്ള പറഞ്ഞു അമ്മ. അമ്പൂരിയുള്ള കൊച്ച് ഇവിടെ വന്ന് വണ്ടി എടുത്തോണ്ട് പോയി. നമ്മുടെ ആദ്യത്തെ വണ്ടി. ഓ, അമ്മയോട് എല്ലാവരും ഞാൻ പറഞ്ഞത് പൊളിക്കാൻ കൊടുത്തെന്നാ പറഞ്ഞേക്കുന്നത്. നമ്മുടെ ആദ്യത്തെ വണ്ടി. വീട്ടിലെ ആദ്യത്തെ വണ്ടിയാണ് കേട്ടോ. അപ്പൊ ഈ വണ്ടി ഓടിച്ച് എത്ര വർഷമായി? ഒരു 15 വർഷങ്ങളായിട്ട്. 15 വർഷമാണ് ഈ വണ്ടി ഓടിച്ചിട്ട്. കണ്ടോ, 91 മോഡല് വണ്ടിയാണ് കേട്ടോ. എങ്ങനെയുണ്ട് വണ്ടി? ഓ അടിപൊളി. ആ വണ്ടിയല്ല, പുതിയ വണ്ടിയാണ്. പുതിയ വണ്ടിയാണ്. ഈ രീതിയിൽ ആ വണ്ടി അന്ന് നടന്നു നോക്കി, സൈഡിൽ കൂടെ നടന്നു. അപ്പം പപ്പയ്ക്ക് മനസ്സിലാവും അന്നത്തെ വ്യത്യാസം ഇന്നത്തെ വണ്ടി പപ്പ ഓടിച്ചു വന്നപ്പോഴത്തെ വ്യത്യാസവും. വീലൊക്കെ വളരെ വ്യത്യാസം. എങ്ങനെയാ? അതാണ് ചോദിച്ചു. ആട് ചോദിച്ചു എങ്ങനെയാ ആക്കിയെന്ന്. ഓ ഇത് അപാരം തന്നെ. എങ്ങനെയുണ്ട്? അപാരം തന്നെ. ഇപ്പൊ നമ്മുടെ വീട്ടിലെ ഏറ്റവും നല്ല വണ്ടി ഏതാ? ഇതാ. അല്ല, മീൻസ് നമ്മൾ ചെയ്തതിൽ ഏറ്റവും നല്ല വർക്ക് ഈ വണ്ടി. ഈ വർക്കാ അല്ലേ? അതായത് തൊട്ട് നോക്കാൻ. അതിനുശേഷമാണ് നമ്മൾ ഫോർച്യൂണർ എടുക്കുന്നത്. അല്ല, അതിനുശേഷം പപ്പയുടെ ആക്റ്റീവ് എടുത്തത്. അതിനുശേഷം ഫോർച്യൂണർ എടുക്കുന്നത്. അപ്പം ഫസ്റ്റ് വണ്ടി ഇത് ലെഗസി. നമ്മുടെ വീട്ടിലെ വണ്ടികളിലെ എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്ന ഈ വണ്ടിയെന്നാണ് കേട്ടോ. എങ്ങനെയുണ്ട്? അടിപൊളി അടിപൊളി. അടിപൊളി. ഒന്ന് സ്റ്റാർട്ട് ചെയ്താണോ? സ്റ്റാർട്ട് ചെയ്യണം. സൗണ്ടൊക്കെ ഓർക്കുന്നുണ്ടോ? സൗണ്ടൊക്കെ ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നുണ്ട്. പറഞ്ഞിട്ടില്ലല്ലോ. ബ്രേക്ക് ഇച്ചിരി കുറവാണ്. ബ്രേക്ക് ഇച്ചിരി കുറവുള്ളൂ തോന്നുന്നു. അല്ല, അത് തോന്നാ. അത് ബ്രേക്ക് കുറവുള്ളവർ തോന്നുന്നു. ഓടിച്ചിട്ട് ഓടിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട്? അടിപൊളി. ഏറ്റവും വണ്ടിയായിരുന്നു ഇത്. ഇനിയിപ്പോ നോക്കി ഇതിന്റെ ഫ്രണ്ടൊക്കെ ഉണ്ടോ? എങ്ങനെയുണ്ട് മൊത്തം? അതായത് അപ്പൊ ഓർക്കുന്നുണ്ട് എങ്ങനെ കൊണ്ടുപോയെന്ന്. പിന്നെ ആ രീതിയിൽ നിന്നാണ് ഈ രീതിയിലോട്ട് എത്തിച്ചിരിക്കുന്നത്. ഞാൻ ഒരിക്കലും ഓർത്തില്ല കേട്ടോ. ഈ വണ്ടി പണിയാൻ കൊണ്ടുപോയി. അന്നൊന്ന് പണിയാൻ കൊണ്ടുപോയിട്ട് പറ്റിയായിരുന്നു പറഞ്ഞുകൊണ്ട് ഞാനൊന്ന് ഓടിച്ചോട്ടെ. ആഹാ സൗണ്ട്.
കിയ തന്നെയല്ലേ? അപ്പൊ എന്താണെങ്കിലും വിളിച്ചു ഇതിനെ താങ്ക് യു സോ മച്ച്. ഇനി ബാക്കി നിങ്ങൾക്ക് എന്തെങ്കിലും 2 വീലറിന് എന്ത് എൻക്വയറി ഉണ്ടെങ്കിലും നിങ്ങൾ ഇതിനെ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അതായത് ഇതിനകത്ത് കുറച്ച് സംഭവങ്ങൾ ചെയ്യാനായിട്ടുണ്ട്. അതായത് ഇവിടുത്തെ ഒരു ലോക്ക്, ആ ലോക്കിന്റെ ബോൾട്ട് കിട്ടിയിട്ടില്ല, അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ ഇതിനെ. അപ്പം ഈ ഒരു സീറ്റ് നമ്മളല്ല ഇതിന് കസ്റ്റം ചെയ്തതാണ്. കാരണം ഇതിന്റെ സീറ്റ് ഇങ്ങനെ എല്ലാവരും വരുന്നത് ഫുള്ള് കസ്റ്റം ചെയ്തതാണ്. നമ്മൾ ഇവിടെ താക്കോൽ ഇട്ട് കഴിയുമ്പോഴേക്കും ഇവിടെ 2 ഷോക്ക് കൊടുത്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടല്ലോ. എന്താണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഈ സാധനം. അത് ഭയങ്കര യൂസ്ഫുൾ സാധനമാണ്. ഇവൻ വരുന്ന പുതിയ ആക്ടിവിറ്റി പോലും ഇങ്ങനെ ഫീച്ചർ ഇല്ല. ഇല്ലില്ല. ഇത് നമ്മൾ ചെയ്തിരിക്കുന്ന ഏറ്റവും ഇതായിട്ടുള്ള സാധനം ഇതുണ്ടോ, ഇതിന്റെ പ്ലേറ്റിംഗ് വർക്കുകളുണ്ടോ, ഇത് ഓരോ മേടിച്ചു വെച്ചല്ലേ? ഇതെല്ലാം സാധനം എടുത്തിട്ട് പ്ലേറ്റ് ഇലക്ട്രോപ്ലേറ്റ് ചെയ്തിരിക്കുന്നതാണ് അല്ലേ. ഇത് ചെയ്തിരിക്കുന്നത് ഏതാ പഴയതുണ്ട് പുതിയതുണ്ട്. പുതിയ സാധനങ്ങൾ മേടിച്ച് പ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. പഴയ നമ്മുടെ ഇരുന്ന സംഭവങ്ങളും പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. കിക്കറൊക്കെ നമ്മുടെ പഴയ തന്നെയാണ്, പഴയ കിക്കർ തന്നെയാണ്. അതെല്ലാം പഴയ തന്നെയാണ്. പക്ഷെ അതൊക്കെ മറ്റേ ഫുള്ള് ഇലക്ട്രോപ്ലേറ്റ് ചെയ്തെടുത്താണ്. നമുക്കിത് ചെയ്ത് തന്നിരിക്കുന്നത് നമ്മുടെ സെന്റ് മേരീസ് കാഞ്ഞിരപ്പള്ളി സെന്റ് മേരീസ് ആണ് നമുക്ക് ചെയ്തിരിക്കുന്നത്. വണ്ടിയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ആളുകൾക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ അവരാണ് അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് എനിക്കൊന്ന് പ്ലേറ്റിങ്ങിൽ കേരളത്തിലെ തന്നെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ടോപ്പാണ്. അത് നമ്മുടെ കേരളത്തിലാണ് നമുക്കറിയില്ല കേട്ടോ. അതായത് പ്ലേറ്റിങ്ങിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള സ്ഥാപനമാണ് സെന്റ് മേരീസ്. അത് നമ്മുടെ കേരളത്തിലാണ്, കോട്ടയത്താണ്, കാഞ്ഞിരപ്പള്ളിയിൽ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്ലേറ്റിംഗ് വർക്ക് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി സെന്റ് മേരീസിനെ കോൺടാക്ട് ചെയ്യാൻ നമ്പർ നമ്മുടെ സൈഡിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ അപ്പം താങ്ക് യു സോ മച്ച്. ഇത് വെച്ച് നമ്മുടെ റൈഡ് പോട്ടെ അല്ലേ? വണ്ടി നമ്മൾ ഓടിച്ച് ട്യൂൺ ചെയ്ത് 100 കിലോമീറ്റർ കഴിയുമ്പോഴേക്കും നെൽക്കുടി അടിപൊളി. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഈ ഒരു വീഡിയോ നമ്മൾ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യണം കേട്ടോ. താങ്ക് യു. ഇത് പറഞ്ഞില്ല കേട്ടോ, ഇത് ഞാൻ പറയാത്തൊരു സാധനമാണ്, സസ്പെൻസ് ആണ് കേട്ടോ. ഇത് നമ്മുടെ പേരൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. താങ്ക് യു ബ്രോ. അങ്ങനെ ഒരു സാധനം ഞാൻ വിചാരിച്ചില്ല. നമുക്ക് മാച്ചിങ് ആയിട്ടുള്ളൊരു അത് കൊള്ളാല്ലേ, അടിപൊളിയായിരിക്കും. എങ്ങനെയുണ്ട് ഇത് വെച്ചോണ്ട് നമ്മൾ ട്രിപ്പ് പോകുന്നതാണ്. ഹെൽമെറ്റ് പഴയതല്ലോ, ഇത് കറക്റ്റ് ഫിറ്റ് ആണ്. എന്റെ തലയുടെ അളവ് എങ്ങനെ കിട്ടിയത്? അപ്പം കറക്റ്റ് സാധനം ഇത് കണ്ടോ, ഇത് വെച്ചോക്കണം. അതിനകത്ത് സൈസ് മനസ്സിലാക്കിയോ? കറക്റ്റ് അല്ലേ? ഇത് നൈസ് കേട്ടോ. ജോൺ ഇരിക്കുന്നുണ്ട്, കാണിച്ചു കൊടുത്തത്.